ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്കും സ്വാഗതം. രാഹുകേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. രാഹുകേതുക്കൾ കൊല്ലവർഷം 1200 ഇടവമാസം 24 തീയതി 2025 മെയ് 18 രാത്രി 7 മണിയോട് കൂടിയിട്ട് ഇതുവരെ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു കുംഭൻ രാശിയിലേക്കും കന്നി രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതു ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് കാരണം കൊണ്ട് ഏത് കൂറുകാർക്കെല്ലാം ഗുണകരമായിട്ടുണ്ടാവും എന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ്. കാരണം മേടക്കൂറുകാർക്ക് 11ാം ഭാവത്തിൽ രാഹു, ലാഭസ്ഥാനമായിട്ടുള്ള രാഹു 11ാം ഭാവത്തിൽ വരുന്ന കാരണം അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, ധനലാഭങ്ങൾ ഉണ്ടാവും, ധനവർദ്ധനവുണ്ടാവും, സന്താന സൗഖ്യങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, ധനാഗമനങ്ങൾ ഉണ്ടാവും, തൊഴിൽ വർധന ഉണ്ടാവും, ഭവന നിർമ്മാണം ഉണ്ടാവും, വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങളുണ്ടാവും, ഭൂമി സംബന്ധമായിട്ടുള്ള യോഗങ്ങളുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, സഹായഹസ്തങ്ങളുണ്ടാവും, തൊഴിൽ പ്രശ്നപരമായിട്ടുള്ള തൊഴിൽ മേഖല പുരോഗതികൾ വരുവാനുള്ള സാധ്യത ഉണ്ടാവും, വിദേശവാസങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും വിദേശ ജോലിക്ക് സാധ്യത വരുവാനുള്ള സാധ്യതയും, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും, ഇലക്ട്രോണിക് സംബന്ധമായിട്ടും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും, പൊതുവെ സയൻസ് സംബന്ധമായിട്ട്, അതായത് സയൻസ് സംബന്ധമായിട്ടെന്ന് പറയുമ്പോൾ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള MBBS സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ സയൻസ് സംബന്ധമായിട്ടുള്ള, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും, സയൻസിസ്റ്റ് അതായത് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള അവർക്കും ഗുണമേന്മയുണ്ടാവും. പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക്, അലോപ്പതി ആണെങ്കിൽ ഏത് ഡോക്ടർമാർക്കാണെങ്കിലും അതിൽ ആ ഡോക്ടേഴ്സ് സംബന്ധമായിട്ടും ഹോസ്പിറ്റലേഷൻ സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. ഇടവക്കൂറുകാർക്ക് ഇതുവരെ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു 4ലും ഇതുവരെ 11ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു 10ലും വരുന്നത് കാരണം ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഫലമായിരിക്കും രാഹുകേതുക്കളിൽ നിന്ന് കിട്ടുക. അത് കാരണം കൊണ്ട് രാഹുകേതുക്കൾക്ക് പരിഹാരം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദേഹ സംബന്ധമായിട്ടുള്ളതും ശരീര സംബന്ധമായിട്ടുള്ളതും ഭവന സംബന്ധമായിട്ടുള്ള ഭവന നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ഭവന നിർമ്മാണം നിർമ്മിക്കുന്ന സമയത്തെല്ലാം നല്ല മുഹൂർത്തങ്ങളും കാര്യങ്ങളെല്ലാം നോക്കുകയും, അതുപോലെ പ്രശ്നം വെച്ച് നോക്കുകയും, സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഉചിതപരമായിട്ടുള്ളതാണോ എന്ന് രാശി വെച്ച് നോക്കുകയും, ജ്യോത്സ്യനെ കണ്ട് നോക്കുകയും ചെയ്യുന്നതെല്ലാം വളരെ ഗുണകരമായിരിക്കും. കർമ്മ മേഖലയിലെല്ലാം പ്രവേശിക്കുന്ന സമയത്തും ജാതക പരിശോധന മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ചെയ്യുന്നത് വളരെ ഉപകാരപരമായിട്ടുള്ള ഒരനുഭവങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുകൂടാതെ തന്നെ കർക്കിടക കൂറുകാരെന്ന് പറയുമ്പോൾ കർക്കിടക കൂറുകാർക്ക് ഇതുവരെ 9ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു 8ാം ഭാവത്തിൽ വരുന്നത് കുറച്ചുകൂടി അനുകൂലപരമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കേതു 12ാം ഭാവത്തിൽ വരുന്നത് അത്ര അനുകൂലപരമല്ല. അത് കാരണം രാഹുകേതുക്കൾക്ക് പരിഹാരങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഒരുപാട് വ്യയങ്ങൾ പറഞ്ഞാൽ നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനം ഒരുപാട് ചെലവാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ അലോസരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുകാരണം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളതെല്ലാം ഭദ്രകാളി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പരിഹാരങ്ങൾ നടത്തി വരുന്നത് മൂലം ആ ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റും. രാഹുകേതു പൂജ നടത്തുന്നത് വളരെ ഉചിതകരമാണ്. രാഹുവിന് പ്രത്യേകപരമായിട്ട്, അത് രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്, നാഗപൂജ അല്ലെങ്കിൽ ആയില്യ പൂജ എന്നിവ നടത്തുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിങ്ങരാശിക്കാർക്കാണെങ്കിൽ 7ാം ഭാവത്തിൽ രാഹു അത്ര ഗുണകരമല്ല. ജന്മത്തിൽ കേതുവാണ് വന്നിരിക്കുന്നത്, അതും അത്ര ഗുണകരമല്ല. ജന്മത്തിന് ദേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനെയും ദേഹ ഐശ്വര്യപരമായിട്ടുള്ള പ്രശ്നത്തിനെയും ആരോഗ്യ പ്രശ്നത്തിനെയും ബാധിക്കുന്ന കേതുവാണ്. അത് കാരണം കേതുവിനെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരിതുണ്ട്. അതുപോലെ തന്നെ നിവൃത്തി സ്ഥാനമായിട്ടുള്ള 7ാം ഭാവത്തിലാണ് രാഹു
ഇനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഉദ്ദിഷ്ട കാര്യങ്ങളും മറ്റുള്ളതെല്ലാം തടസ്സം വരും. അത് കാരണം എന്ത് യാത്രകളും മറ്റുള്ളതൊക്കെ ദൂരയാത്ര പോവുകയാണെങ്കിലും രാഹുവിന് പരിഹാരം ചെയ്ത് നാഗപൂജ, ആയില്യ പൂജ, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നൂറും പാലും എന്നിവയെല്ലാം നടത്തിയതിന് ശേഷം യാത്രകൾ തിരിക്കുക. അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, ഒരു മംഗളകർമ്മങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ രാഹുകേതുക്കളെ തൃപ്തിപ്പെടുത്തിയിട്ട് രാഹുവിന് സർപ്പ സംബന്ധമായിട്ടുള്ളതും കേതുവിന് ഗണപതി സംബന്ധമായിട്ടുള്ള, ഭദ്രകാളി സംബന്ധമായിട്ടുള്ള, ചാമുണ്ഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വഴിപാടുകളെല്ലാം നൽകിയതിനു ശേഷമാണ് ചെയ്യാൻ പറ്റുന്നത് ചിങ്ങക്കൂറുകാർക്ക്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ നടത്തിയാലേ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുടക്കം വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പ് രാഹുകേതു പൂജ നടത്തുക, അല്ലെങ്കിൽ സർപ്പപൂജ നടത്തി ഭദ്രകാളി ക്ഷേത്രത്തിൽ കേതുവിന് പരിഹാരങ്ങൾ നടത്തി ഭദ്രകാളി ഭഗവതി സേവ, കടുമധുര പായസം, സഹസ്രനാമാർച്ചന, അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യുക. ചാമുണ്ഡി ക്ഷേത്രമാണ്, ചാമുണ്ഡി ക്ഷേത്രം കുറവായിരിക്കും എന്നല്ലേ. പക്ഷേ രാഹുകേതു ഗ്രഹപൂജ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ആ രാഹുകേതു നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് വളരെ ഉത്തമകരമായിട്ടായിരിക്കും കാണുന്നത്. അതുകൂടാതെ തുലാരാശിക്കാർക്കാണെങ്കിൽ ഗുണകരമായിട്ടുള്ളൊരു മാറ്റമാണ്. 11-ൽ കേതു, 5-ൽ രാഹുവാണ് വരുന്നത്. അത് വളരെ ഗുണകരമായിട്ട് മാറുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അവർക്ക് പലവിധ നന്മകളും നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വരുവാനും, ധനസമ്പാദ്യങ്ങൾ, വിദേശ യാത്ര, തൊഴിൽ മാർഗങ്ങൾ, തൊഴിൽ നേട്ടങ്ങൾ എന്നിവ വേണ്ട അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളല്ല ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം അവർക്ക് വെച്ചടി ഉയർച്ചകൾ വരുവാനും, തൊഴിൽ അധികൃതപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനും, ലാഭസ്ഥാനം വർദ്ധിക്കുവാനും, ഉദ്ദിഷ്ട കാര്യങ്ങൾ വർദ്ധിക്കുവാനും, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുവാനും, വിദേശങ്ങളിൽ യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും, പുതിയ തൊഴിലവസരങ്ങൾ നേടുവാനും, ഭാഗ്യവർദ്ധനവും ലോട്ടറി ഭാഗ്യങ്ങളും മറ്റുള്ളതൊക്കെ കിട്ടുവാനുള്ള സാധ്യതകളും ഉണ്ട്. ലോട്ടറിൻ്റെ കാരകനാണ് രാഹു എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം രാഹു 5-ാം ഭാവത്തിൽ ത്രികോണത്താൽ നിൽക്കുന്നത് ഉചിതപരമാണ്. വൃശ്ചിക രാശിക്കാർക്കാണെങ്കിൽ 10-ാം ഭാവത്തിൽ കേതുവും 4-ാം ഭാവത്തിൽ രാഹുവാണ്. അത് ദോഷകരമാണ്. ദേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ളതെല്ലാം ഇപ്പോൾ മാറി വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും രാഹു 4-ാം ഭാവത്തിൽ വരുന്ന സമയത്ത് ദേഹസംബന്ധമായിട്ട്, അലർജി സംബന്ധമായിട്ടുള്ള, ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതിന് പരിഹാരകരമായിട്ട് എല്ലാ മാസവും ആയില്യ പൂജ നടത്തി വരികയാണെങ്കിൽ ഉചിതപരമായിരിക്കും. അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനത്ത് കേതു വരുന്നത് ഗണപതിക്ക് കറുകമാല ഗണപതി ഹോമം എല്ലാ മാസവും അവനവൻ്റെ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തി വരുന്നത് മൂലം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. മകരക്കൂറുകാർക്കാണെങ്കിൽ മകരക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൽ രാഹു, 8-ാം ഭാവത്തിൽ കേതുമാണ്. ദോഷമാണ് കാണുന്നത്. ആ ദോഷ സംവിധാനം നീക്കുവാൻ വേണ്ടി ആയില്യ പൂജയും അതുപോലെ തന്നെ കേതുവിന് എല്ലാ മാസവും കേതുവിന് ഗണപതി ഹോമവും നടത്തി വരുന്നത് മൂലം ആ ദോഷങ്ങൾ മാറിക്കിട്ടും. കുടുംബസ്ഥാനപരമായിട്ടുള്ള 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കുടുംബ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ വഴക്കുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. 8-ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കാരണം വയർ സംബന്ധമായിട്ടും, ത്വക്ക് സംബന്ധമായിട്ടും, അതുപോലെ തന്നെ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. പല ഓപ്പറേഷനുകളെല്ലാം മാറ്റിവെച്ചതെല്ലാം ചിലപ്പോൾ ഇപ്പോൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജാതകമെല്ലാം പരിശോധിച്ച് ഉചിതപരമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തിയിട്ട്, ജാതകം പരിശോധിച്ച്, ഓപ്പറേഷൻ ആണെങ്കിൽ ജാതകം ഉറപ്പായിട്ടും പരിശോധിച്ച്, നല്ല സമയമാണെങ്കിലും ദോഷ സമയമാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ, നല്ല സമയമാണെങ്കിൽ ഗുണകരമാണ്, ദോഷ സമയമാണെങ്കിൽ പരിഹാരങ്ങളെല്ലാം നടത്തിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അതുകൂടാതെ കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ ജന്മത്തിലാണ് ഇപ്പോൾ രാഹു വന്നിരിക്കുന്നത്. ജന്മരാഹു വളരെ ദോഷമാണ്. അതുകൂടാതെ 7-ാം ഭാവത്തിൽ കേതു വരുന്നതും ദോഷകരമാണ്. അത് കാരണം രാഹുകേതുക്കളുടെ രാശി മാറ്റത്തിൽ കുംഭൻ രാശിക്കാർക്കും വളരെ ദോഷകരമാണ് എന്നാണ് പറയുന്നത്. അതായത് കുംഭൻ രാശി പറയുമ്പോൾ തന്നെ പൂരോട്ടാതി, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി, അവസാനത്തെ പകുതി പൂരോട്ടാതി, അവിട്ടം, ചതയം, പൂരോട്ടാതി എന്ന് പറഞ്ഞ് ചതയം നക്ഷത്രക്കാർക്കെല്ലാം രാഹു ദശയിൽ തന്നെയാണ് ജനനം. അത് കാരണം രാഹു ദശ ആ ദിവസം ചതയം നക്ഷത്ര ദിവസം രാഹു ഗ്രഹ പൂജ
അല്ലെങ്കിൽ നാഗപൂജ, ആയുധപൂജ, എല്ലാ മാസവും ആയുധപൂജയും എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുന്നത് മൂലം ആ ദോഷവശങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. കുംഭൻ രാശിക്കാർ രാഹുകാലത്തിന് ഒന്ന് ഭയക്ക് തന്നെ വേണം എന്ന് തന്നെ പറയാനുണ്ട്. ഭയക്ക പറഞ്ഞാൽ പേടിക്കണം എന്നുള്ളത് പറയണത്. പരിഹാരമുണ്ട്, പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ദോഷ കുറവെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.